ടോൾ കേസിൽ ഹൈക്കോടതി ഉത്തരവ് വെള്ളിയാഴ്ച പുറപ്പെടുവിക്കും. ടോൾ പിരിവ് അനുവദിക്കണമെന്ന് കേന്ദ്രം വീണ്ടും ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. 5 കിലോമീറ്റർ ദൂരത്തിൽ ഇപ്പോഴും പ്രശ്നമുണ്ടെന്ന് ജില്ലാ കളക്ടർ കോടതിയെ അറിയിച്ചു. ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ബിനിൽ, ഈ കാര്യത്തിൽ ഈ പള്ളിക്കര ടോളുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതോറിറ്റിയും കേന്ദ്ര സർക്കാരും ഒക്കെ പുലിവാല് പിടിച്ചതുപോലെയാണ്. ഹൈക്കോടതിയോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട് ടോൾ പിരിക്കാത്ത മറ്റു മാർഗമൊന്നുമില്ല എന്ന്. എല്ലാം പരിഹരിച്ചിട്ട് മതി ടോൾ എന്ന നിലപാട് ഹൈക്കോടതി തുടരുകയുമാണ്. മാധു, ഇന്ന് എങ്ങനെയെങ്കിലും ആ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിഭാഷകനെ തന്നെ ഇന്ന് കോടതിയിൽ ഇറക്കി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഹാജരായി കോടതിയിൽ ഈ ടോൾ പിരിവിന് വേണ്ടിയുള്ള വാദങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. നേരത്തെ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നത് ഈ ഒരു ബുദ്ധിമുട്ട് ജനങ്ങൾ സഹിക്കുമ്പോൾ അവർക്ക് ആ ടോൾ നിരക്കിൽ ഒരു ചെറിയ കുറവെങ്കിലും വേണം. അത്തരത്തിൽ ടോൾ നിരക്ക് കുറയ്ക്കാൻ കഴിയുമോ എന്നത് പരിശോധിക്കാനാണ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നത്. അതിന് മറുപടി പറയാനാണ് ഇന്ന് തുഷാർ മേത്ത കോടതിയിലെത്തിയത്. അദ്ദേഹം അതിൽ കൈകഴുകി പോവുകയാണ് ചെയ്തത്. കേന്ദ്ര സർക്കാരിന് ഈ ടോൾ നിരക്ക് നിശ്ചയിക്കുന്നതിൽ യാതൊരു റോളുമില്ല എന്നാണ് തുഷാർ മേത്ത ഇന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞത്. അതെല്ലാം തീരുമാനിക്കുന്നത് ദേശീയപാത അതോറിറ്റിയാണ്. ഇതിൽ നയപരമായ ചില കാര്യങ്ങൾ മാത്രമാണ് കേന്ദ്ര സർക്കാരിന്റെ മുന്നിലേക്ക് വരുന്നത്. അതുകൊണ്ട് ടോൾ പിരിവ് പുനഃസ്ഥാപിക്കണം. ടോൾ ഇല്ല എങ്കിൽ ആ NH ദേശീയപാതയുടെ ബാക്കി സ്ട്രെച്ച്, അതായത് ഏതാണ്ട് 65 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയുള്ളത്. അതിൽ 5 കിലോമീറ്റർ ദൂരത്തിൽ മാത്രമാണ് ഇപ്പോൾ പ്രശ്നമുള്ളത്. ബാക്കിയുള്ള സ്ഥലത്തെ റോഡിന്റെ അറ്റകുറ്റപ്പണികളെ തന്നെ ബാധിക്കും. ടോൾ ഇല്ലാതെ അറ്റകുറ്റപ്പണികൾ നടത്താൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ടോൾ പിരിവിന് അനുമതി നൽകണം. ഇപ്പോൾ അവിടുത്തെ ഗതാഗത പ്രശ്നങ്ങളൊക്കെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടോ കേന്ദ്ര സർക്കാരിന് ഒന്നും ചെയ്യാനാവില്ല, അത് നയപരമായ ഇടപെടലുകൾ മാത്രമേ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ പക്ഷെ ടോൾ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നുണ്ടല്ലോ. അതിൽ ഹൈക്കോടതി പറഞ്ഞ മാനദണ്ഡങ്ങളും മറ്റു കാര്യങ്ങളും പാലിച്ച് അതും NHA അങ്ങ് നടപ്പിലാക്കട്ടെ എന്ന് തീരുമാനിക്കാത്തത് എന്താണാവോ? അതുതന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അതായത് നേരത്തെ കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടത് നിങ്ങൾ ഈ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്കറിയാം നേരത്തെ കാറിനൊക്കെ ഒരു ദിശയിൽ യാത്ര ചെയ്യണമെങ്കിൽ 110 രൂപ വരെയൊക്കെയാണ് അവിടെ ടോൾ കൊടുക്കേണ്ടി വരിക. അത് 2 ദിശയിലേക്കും പോയി വരുമ്പോൾ എത്ര രൂപയാകുമെന്ന് നമുക്കറിയാം. അത്ര വലിയൊരു കൊള്ള ടോളാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 5 കിലോമീറ്റർ ദൂരത്തിലാണെങ്കിൽ പോലും ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അവർക്ക് ആ ടോൾ നിരക്ക് കുറച്ചു കൊടുക്കുന്നു. അതൊരു സാമാന്യ ഒരു മര്യാദയാണ്. അത് തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു ചോദ്യവും. പക്ഷേ ആ കാര്യത്തിൽ കൈകഴുകി പോവുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത്. ഇക്കാര്യം കോടതിയെ ധരിപ്പിക്കാൻ വേണ്ടിയാണ് അവർ ഏറ്റവും പ്രധാനപ്പെട്ട അഭിഭാഷകനെ തന്നെ രംഗത്തിറക്കിയെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം നേരത്തെ അഡീഷണൽ സോളിസിറ്റർ ജനറലാണ് കോടതിയിൽ വന്നിരുന്നത്. അദ്ദേഹം അക്കാര്യമൊക്കെ പരിശോധിക്കാമെന്ന് പറഞ്ഞാണ് പോയത്. പക്ഷേ പരിശോധിച്ച ശേഷം അത് നടക്കില്ല എന്ന് പറയാൻ വേണ്ടി അവർ സോളിസിറ്റർ ജനറലെ തന്നെ കോടതിയിൽ രംഗത്തിറക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഹൈക്കോടതി വെള്ളിയാഴ്ചത്തേക്ക് ഉത്തരവ് പറയാനായി മാറ്റിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച കോടതി പറയാൻ പോകുന്നത് ഈ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ മറ്റൊരു കാര്യം കൂടി കോടതിയിൽ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പരമാവധി അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ട്, ടോൾ ഞങ്ങൾക്ക് കുറയ്ക്കാൻ കഴിയില്ല. അപ്പോൾ ട്രാഫിക് മാനേജ്മെന്റ് അത് സംസ്ഥാനത്തിന്റെ കാര്യമാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ അത് ചെയ്യും എന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ സംസ്ഥാനത്തിന്റെ തലയിലേക്ക് കൂടി കാര്യങ്ങൾ വന്ന് ഇപ്പോൾ പെട്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.